ട്രെയിലർ കണ്ടപ്പോൾ നല്ല പ്രതീക്ഷയായിരുന്നു. പടം കണ്ടപ്പോൾ അതങ്ങ് മാറി കിട്ടി. യൂണിവേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമ അവരുടെ പ്രൊഡക്ഷൻ്റെ ഒരു യൂണിവേഴ്സ് ഒന്നായിരിക്കും. തിരിച്ചു വരവെന്ന് ഈ ചോദിക്കുന്നതിന് റെലവൻസ് ഇല്ല. പക്ഷേ ഐ തിങ്ക് പടം നല്ല മേക്കിംഗ് ആണ്. പക്ഷെ മൊത്തത്തിൽ എവിടേക്കും എന്തോ പാളിച്ചുള്ള പോലെ വർക്കായില്ല. വിജയ് ബാബു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടാണ് നിന്നെ അയാളെയും കൂടെ ഇരുത്തിക്കൊണ്ട് നായകനാക്കി കാശുണ്ടാക്കിയ ഏക നിർമ്മാതാവ് ഞാനാണെന്ന്. പഴയ പടം വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ്. നല്ല പടമാണ്. ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. നല്ല മൂവിയാണ്, എല്ലാവരും നല്ലതായിട്ടുണ്ട്. ആക്ച്വലി വെരി നൈസ് മൂവിയാണ്. ധ്യാനിൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത്ര നല്ല മൂവിയാണ്. അടിപൊളി. എനിക്കൊന്ന് ധ്യാനിൻ്റെ ഒരു വളരെ നല്ലൊരു സ്റ്റോറി, നൈസ് സിനിമാറ്റോഗ്രാഫി, നൈസ് BGM, കണ്ടിരിക്കാൻ ഒരു എന്താ പറയണ്ടേ, വെരി ഇമ്പാക്ട്ഫുൾ മൂവി. ധ്യാനിൻ്റെ ഒരു തിരിച്ചുവരവൊന്നും പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഒട്ടും ഒരു ലാഗില്ലാത്തൊരു സിനിമ, നല്ല കഥ, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ നൈറ്റ് ഷോട്ട്സ് ഒക്കെ അടിപൊളിയാണ്. ധ്യാൻ്റെ നൈസാണ്, പെർഫോമൻസ് ഒക്കെ നൈസാണ്. മിസ്റ്ററി ക്രൈം ത്രില്ലറാണ്, നൈസാണ് പടം. അതിനേക്കാളും മെച്ചമുണ്ട്. കൊള്ളാം. ഞാൻ കംബാക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കൊള്ളാം, നല്ല പടം. കഴിഞ്ഞ പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ നല്ല പടം. പിന്നെ നല്ല ത്രെഡാണ്. പിന്നെ ജാനറൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാമെന്നുള്ളതാണ്. കുഴപ്പമില്ല. നല്ല ത്രില്ലിംഗ് ആണ്. അടുത്ത പടത്തിൻ്റെ ഒരു ത്രെഡ് ഇപ്പോൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല അഭിനയം, മോശമായിട്ട് പറയാനൊന്നുമില്ല, നല്ല കൊള്ളാം, ഒരു കുഴപ്പമില്ല, നല്ല പടം. അതായത് കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടപ്പെടും. കുഴപ്പമില്ലായിരുന്നു. വൺ ടൈം വാച്ച് മൂവിയായിരുന്നു. ആക്ടിങ് നല്ലതായിരുന്നു. പിന്നെ സ്റ്റോറി വലിയൊരു ഇതില്ല, എന്നാലും ഓക്കെ ആയിരുന്നു. കൊള്ളാം, നല്ല സ്റ്റോറിയല്ലേ. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ധ്യാൻ്റെ പടം. തിരിച്ചു വരവെന്ന് ഈ ചോദിക്കുന്നതിന് റെലവൻസ് ഇല്ല. പക്ഷേ ഐ തിങ്ക് ഫൈനലി ഈസ് ഗോട്ട് ദ സ്ക്രിപ്റ്റ് റൈറ്റ്. നല്ലായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഒരു കോമിക് ബുക്ക് ശരിക്കും ലൈവായിട്ട് വരുന്ന പോലെ തോന്നി. ത്രില്ലായിരുന്നു. നല്ല ഈ ഇടയ്ക്ക് കണ്ട നല്ല സിനിമ. ഈ ഇടയ്ക്ക് കണ്ട ധ്യാൻ ശ്രീനിവാസൻ നല്ല സിനിമ. ത്രില്ലടിപ്പിക്കുന്നുണ്ട്. കോമഡിക്ക് ഉപരി ത്രില്ലറാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നല്ല പടമാണ്. നല്ല പടമായിരുന്നു ബ്രോ. നല്ല പഴയ പടം വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ്. നല്ല പടമാണ്. പ്രത്യേകിച്ച് ആ ഇൻസ്റ്റയിൽ അമീൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ ആ ഗ്യാങ്ങൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് പക്ഷേ എന്തോ ഒരു മാസമായിട്ടൊരു കാര്യം കിട്ടുന്നില്ല. നോർമലി പോകുന്നൊരു പടമാണ്. പിന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ധ്യാനമാണ്. പക്ഷേ ഇത് തികച്ചും ഒരു സീരിയസ് റോളാണ് പുള്ളി ചെയ്തേക്കുന്നത്. പക്ഷേ ആക്ടിങ് കൊള്ളാം. ഓവറോൾ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്ലോ പേസിലാണ് ഈ പടം പോകുന്നത്. അങ്ങനെ യൂഷ്വൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെ. ധ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു പോസ്റ്റ് ക്രെഡിറ്റ് ഒരു സീനൊക്കെ ഉണ്ട്. അടുത്ത വർഷം അത് കാണാം. കൊള്ളായിരുന്നു, നാച്ചുറായിട്ടുള്ള എല്ലാം കൊള്ളായിരുന്നു. നല്ല ഫിലിമാണ്, കണ്ടിരിക്കും. കുഴപ്പമില്ല ബ്രോ, അത്യാവശ്യം നല്ല പടമാണ്. പിന്നെ വലിയ വോ ഫാക്ടർ ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ധ്യാൻ നന്നായിട്ടുണ്ട്. ബാക്കി പടങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്രോ നല്ല പടമായിരുന്നു. ഈ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി പടത്തിന് നമുക്ക് കാണാൻ സാധിക്കും. തിയേറ്റർ വാച്ചിട്ട് മെയിൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഇൻസ്റ്റയിൽ അമീനും ഗ്യാങ്ങൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. സെക്കൻഡ് പാർട്ടുണ്ട്, അത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് പറയുന്നില്ല, പോസ്റ്റ് ക്രെഡിറ്റ് സീൻസിൽ കാണിക്കുന്നുണ്ട്. കൊള്ളാം, നല്ല പടം. എല്ലാവരും കൊള്ളാം. നല്ല മൂവിയാണ്. കോമഡി ഒക്കെ ഉണ്ട്. നല്ല ആക്ടിങ് ആയിരുന്നു. ഫാമിലി മൂവിയാണ്, എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ചിരിക്കാനും. ഇല്ല ബ്ലോക്ക് ബസ്റ്റർ. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ക്യാരക്ടർ വൈസ് ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് അവരുടെ റോളെല്ലാം ചെയ്തിട്ടുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ നല്ല പ്രതീക്ഷയായിരുന്നു. പടം കണ്ടപ്പോൾ അതങ്ങ് മാറി കിട്ടി. നിരാശയാണ്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല ബ്രോ, സാറ്റിസ്ഫൈങ് അല്ലായിരുന്നു. ഓക്കെ ആണെന്നേ ഉള്ളൂ. ധ്യാൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പടം നല്ല മേക്കിംഗ് ആണ്. പക്ഷെ മൊത്തത്തിൽ എവിടേക്കും എന്തോ പാളിച്ചുള്ള പോലെ വർക്കായില്ല. പോരാ, ആവറേജ് പടം. ഫാമിലിക്കൊക്കെ വന്ന് കാണാനായിട്ടാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടങ്ങ് പോവാം. അല്ലാതെ അതിനകത്ത് ഒന്നുമില്ല. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമ അവരുടെ പ്രൊഡക്ഷൻ്റെ ഒരു യൂണിവേഴ്സ് ഒന്നായിരിക്കും. അല്ലാതെ ഇതും മുന്നൽ മുരളിയായിട്ട് ബന്ധമൊന്നുമില്ല. ഒട്ടും ഫ്രഷ് അല്ലാത്തൊരു കഥയും പുള്ളിയും ഭയങ്കര സ്ട്രിക്ട്ലി ആവറേജ് ആയിട്ടുള്ളൊരു പടം. അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെയും കുഴപ്പമില്ല. ലാസ്റ്റ് ഈ റീസെൻ്റ്ലി ഇറങ്ങിയ വേറൊരു പടമായിട്ടൊക്കെ ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബന്ധം ഇൻ ദ സെൻസ് അതേ സാധനം ഇതിലും പറയുന്നത്. അപ്പം തൃപ്തിയില്ല. അടിപൊളി സിനിമ. ഞാൻ ഈ ധ്യാൻ്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. കാരണം ഇങ്ങനെ അടി കപ്പിയാരെ കൂട്ടമണിക്ക് ശേഷം ധ്യാൻ്റെ ഒരു സിനിമയും വിജയിച്ചിട്ടില്ല. ഇടയ്ക്ക് വിജയ് ബാബു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടാണ് നിന്നെ അയാളെയും കൂടെ ഇരുത്തിക്കൊണ്ട് നായകനാക്കി കാശുണ്ടാക്കിയ ഏക നിർമ്മാതാവ് ഞാനാണെന്ന്. ഇതെന്തായാലും മാറ്റിക്കുറിക്കും. സോഫിയ പോൾ ഈ സിനിമ വേറൊന്നും കണ്ടിട്ടല്ല നിർമ്മിച്ച അതിൻ്റെ കഥയും തിരക്കഥയായിരിക്കും എൻ്റെ ഏറ്റവും ശക്തിയായിട്ടുള്ള കാര്യം. അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ സസ്പെൻസും ത്രില്ലറും
ട്വിസ്റ്റും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്വിസ്റ്റ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ പലരെയും സംശയിക്കുക അത്ര ഒരുപാട് അതിൻ്റെ ബൈയായിട്ടുള്ള കുറേ കഥകളുണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും സൂപ്പർ. എന്തായാലും ധ്യാനിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് ഫിലിമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ധൈര്യമായിട്ട് എന്ന് പറയുമ്പോൾ രേഖാചിത്രവും ഓഫീസറും ഡ്യൂട്ടിയൊക്കെ പോയി കണ്ടവർക്ക് ഇത് ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും, 100% ഇഷ്ടപ്പെടും. ധൈര്യമായിട്ട് തിയേറ്ററിൽ തന്നെ വന്നിരുന്ന ഈ സിനിമ കാണണം. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ്. കംബാക്ക് ആണോ ചോദിക്കാനും ഒരു അതാ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ സാധാരണ സിനിമകളൊക്കെ ധ്യാൻ്റെ സാധാരണ സിനിമ വെച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ലൊരു പടമാണ്. കുറേ കൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കണ്ടിരിക്കാനുള്ളതുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറിയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ആവറേജ് ആണ്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ കഥ കുറേ കൂടെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ കുഴപ്പമില്ല, കൊള്ളാം. അത്യാവശ്യം പഴയ സിനിമ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ചെയ്ത വെച്ച് സിനിമ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. നല്ല പടമായിരുന്നു ബ്രോ. ഇത് എനിക്ക് ജേണർ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ത്രില്ലർ ജേണറാണ്, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഏകദേശം അതിൽ നല്ല മീറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ജേണറിലും മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ട്വിസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിരുന്നു, ഭംഗിയായിരുന്നു. ഒരു എബോ ആവറേജ് പടം തന്നെയാണ്. ധ്യാൻ്റെ ആ ഒരു ഫ്ലോലെസ് അഭിനയം ഇതിനകത്തും കാണാൻ പറ്റും. നല്ല രസമായിരുന്നു. സിനിമ അടിപൊളിയാണ്. ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് വന്നത്, പക്ഷേ ഒരു അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ല സിനിമയായിരുന്നു. ഒരുപാട് ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ധ്യാൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പഴയ പടം എനിക്കങ്ങനെ ധ്യാൻ്റെ ഒരുപാട് പടങ്ങളൊന്നും ഞാൻ കാണാറില്ലായിരുന്നു, പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമ്മുടെ യൂഷ്വലി ധ്യാൻ്റെ പടം പോലെ അല്ല, അതിൽ നിന്നും അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ട്വിസ്റ്റും പിന്നെ ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു.